لو أنزلنا هذا القرآن على جبل لرأيته خاشعا متصدعا من خشية الله وتلك الأمثال نضربها للناس لعلهم يتفكرون. السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على رسول الأمين وعلى آله وصحبه അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞവർ, അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ മനുഷ്യന്റെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നതാണ്. മനുഷ്യന് അത് തടുക്കുവാനോ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാനോ സാധ്യമായിക്കൊള്ളണമെന്നില്ല. എല്ലാ മനുഷ്യനെയും അള്ളാഹു പരീക്ഷണത്തിന് വിധേയമാക്കും. ചിലർക്ക് പരീക്ഷണം കഠിനമായതായിരിക്കാം. ചിലപ്പോ ചെറിയ പരീക്ഷണം കൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതായേക്കാം. എന്നിരുന്നാലും ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ചെറുതും വലുതുമായിട്ടുള്ള പരീക്ഷണങ്ങളും പ്രയാസങ്ങളും സന്തോഷങ്ങളും സങ്കടങ്ങളും ഒക്കെ ഇങ്ങനെ മാറി വന്നുകൊണ്ടേയിരിക്കുമെന്ന് നാം ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ഖുർആൻ മനുഷ്യന് വന്നേക്കാവുന്ന ചില പരീക്ഷണങ്ങളെ സൂറത്തുൽ ബഖറയിലൂടെ പറയുന്നുണ്ട്. വലനബ്ലുവന്നക്കും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സി മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സാബിരീൻ. 4-5 പരീക്ഷണങ്ങൾ മനുഷ്യന് വന്നേക്കുമെന്നാണ് പറയുന്നത്. ഇതിൽ ഒന്നാമതായിട്ടുള്ള പരീക്ഷണം ഖൗഫാണ്, പേടി കൊണ്ട് ഉള്ള പരീക്ഷ. നമുക്കറിയാം, നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങൾ, അതുകൊണ്ടുണ്ടാകുന്ന മനുഷ്യനുണ്ടാകുന്ന പേടിയുണ്ട്. നമ്മൾ അതിൽ ഭാഗവാക്കല്ലെങ്കിൽ പോലും അത് നമ്മിലുണ്ടാക്കുന്ന ചില പേടി അത് നമുക്കുള്ള പരീക്ഷണമായിട്ട് നമുക്ക് ഉണ്ടാകുന്നതാണ്. മറ്റൊന്ന് ആളുകളിൽ നിന്നുണ്ടാകുന്ന പേടിയാണ്. ഏറ്റവും വേണ്ടപ്പെട്ട വ്യക്തികളിൽ നിന്ന് അവർ നമ്മൾ ശത്രുവാവുകയോ അസൂയ നിമിത്തം നമുക്ക് എതിരെയാവുകയോ ഒക്കെ ചെയ്തേക്കാവുന്ന പേടി. അയൽപക്ക ബന്ധങ്ങളിലാവാം, കുടുംബ ബന്ധങ്ങളിലൊക്കെ ആയിട്ട് നമുക്ക് പേടിയുണ്ടാവും. ചില വസ്തുവിൽ നിന്നോ ചില പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നോ ഒക്കെ മനുഷ്യന് പേടിയുണ്ടാവും. ചിലപ്പോ ചില ഉണ്ടായിട്ടുള്ള സംഭവങ്ങൾ, ഒരു അപകടം ഉണ്ടായി, പിന്നീട് എപ്പോഴെങ്കിലും ഒക്കെ ആ അപകടം ചിലപ്പോൾ നമ്മെ പേടിപ്പെടുത്താറുണ്ട്. അങ്ങനെയൊക്കെ മനുഷ്യന്റെ ജീവിതത്തിലേക്ക് പേടി കൊണ്ടുള്ള പരീക്ഷണം അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായേക്കാം. രണ്ടാമത്തത് ജൂആണ്, വിശപ്പ് കൊണ്ട് അള്ളാഹു പരീക്ഷിക്കും മനുഷ്യനെ എന്ന് പറയുന്നുണ്ട്. ഇന്നത്തെ കാലത്ത് വിശപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ നിത്യജീവിതത്തിലേക്ക് നമ്മൾ തട്ടിച്ചു നോക്കുമ്പോൾ വലിയ വിശപ്പിന്റെ പരീക്ഷണമൊന്നും ഇന്നത്തെ കാലത്ത് കാണാൻ പറ്റുകയില്ല. എന്നാൽ പണ്ട് കാലത്ത് ജീവിച്ചിരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വിശപ്പ് വല്ലാത്തൊരു പരീക്ഷണമായിരുന്നു എന്ന് കാണാൻ പറ്റും. അതേപോലെ തന്നെ ഇപ്പോ നമ്മൾ മറ്റു പരീക്ഷണങ്ങൾ, സാമ്പത്തിക പ്രയാസവും കാര്യങ്ങളും ഒക്കെ വർദ്ധിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്കും പണ്ടത്തത് പോലെയോ അതിനേക്കാൾ കഠിനമായിട്ടോ ഉള്ള വിശപ്പ്, ഭക്ഷണക്ഷാമം കൊണ്ട് അള്ളാഹുവിന്റെ പരീക്ഷണം നമുക്ക് വന്നേക്കാം. ഒന്നാമത്തത് ധനനഷ്ടം കൊണ്ടുള്ള പരീക്ഷണമാണ്, സമ്പത്തിൽ ഉണ്ടാകുന്ന നഷ്ടം. നോക്കൂ, നമുക്ക് ഒരുപാട് സമ്പത്തുണ്ടായാലും ഭക്ഷണ വിഭവങ്ങൾ ഇല്ല എങ്കിലും അത് പരീക്ഷണമാണ്. അതേപോലെ തന്നെ ഭക്ഷണ വിഭവങ്ങൾ ധാരാളമുണ്ട്, എന്നാൽ വാങ്ങാനുള്ള സമ്പത്ത് ഇല്ല എങ്കിലും അതും പരീക്ഷണമാണ്. വനഖ്സി മിനൽ അംവാൽ, അതായത് അംവാലിലുള്ള സമ്പത്തിലുള്ള കുറവ്, ഒരു അത് ചുരുങ്ങിപ്പോവുക, അത് ഇല്ലാതെയായി പോവുക എന്നുള്ളത് വലിയൊരു പരീക്ഷണമാണ്. പലപ്പോഴും മനുഷ്യൻ സമ്പത്തിന് വേണ്ടിയിട്ടാണ് ഓടി നടക്കുന്നത് തന്നെ. വലുല്ലിക്കുല്ലി ഹുമസത്തിൽ ലുമസ അല്ലദീ ജമഅ മാലൻ വഅദ്ദ. അതേപോലെ തന്നെ ഒരുപാട് ആയത്തുകളിൽ കാണാൻ പറ്റും. അംവാലുക്കും ഔലാദുക്കും ഫിത്നത്തുൻ എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ അംവാലും ഔലാദും നിങ്ങളെ ദൈവിക സ്മരണയിൽ നിന്ന് വഴിതെറ്റിക്കാതിരിക്കട്ടെ എന്നൊക്കെ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അപ്പൊ ഉള്ള സമ്പത്തിനെ ഏറ്റവും ഭംഗിയായിട്ട് ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. ആ സമ്പത്ത് ഇല്ലാത്തൊരവസ്ഥ പരീക്ഷണമായിട്ട് ഉണ്ടാകുമെന്നും ഖുർആൻ നമുക്ക് ഓർമ്മപ്പെടുത്തി തരുന്നുണ്ട്. അതേപോലെ തന്നെ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസ്, ആൾ നഷ്ടം കൊണ്ടുള്ള പരീക്ഷ. നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളുകൾ മരണപ്പെട്ടു പോകുന്നു, നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാതെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് വിട പറഞ്ഞു പോവുക എന്നുള്ളതൊക്കെ അള്ളാഹുവിന്റെ പരീക്ഷണമായിട്ട് ഖുർആൻ പറയുന്നുണ്ട്. പിന്നെ അവസാനമായിട്ട് വന്നു വസ്സമറാത്ത്, കായികനികൾ, കൃഷിയിലുണ്ടാകുന്ന, ഉപജീവനത്തിലുണ്ടാകുന്ന പരീക്ഷണം മനുഷ്യനുണ്ടാവും. അപ്പൊ ഇതൊക്കെ നിത്യജീവിതത്തിൽ വന്നേക്കാവുന്ന ചില പരീക്ഷണങ്ങളാണ്. എന്നാൽ അതിൽ
ആരാണ് വിജയിക്കുന്നത്? വിജയിക്കുന്നത് ഉപശ്ശിതി സ്വാമിനീയൻ, സ്വബറുള്ള ക്ഷമയുള്ള ഒരു മനുഷ്യൻ വിജയിക്കുമെന്ന് ഖുർആൻ പറയുന്നുണ്ട്. വിശ്വാസിയുടെ കാര്യം അത്ഭുതം തന്നെയാണ്. അവനക്കൊരു നന്മ വന്നു കഴിഞ്ഞാൽ അവന് അവനെന്ത് ചെയ്യും? ശക്കറ, അവന് ശുക്ർ കാണിക്കുന്ന ആളായിരിക്കും. അപ്പൊ കാന ഖൈറല്ലോ. അവനെന്തെങ്കിലും ലൊറാ വന്നു കഴിഞ്ഞാൽ, പ്രയാസം വന്നു കഴിഞ്ഞാൽ അവന് സ്വബറുള്ളവനായിരിക്കും. അപ്പൊ കാന ഖൈറല്ലോ, അതും അവന് നന്മയായിരിക്കും. അപ്പൊ ഏത് പരീക്ഷണത്തിലും പ്രയാസത്തിലും അള്ളാഹുവിൽ ഉറച്ചു വിശ്വസിക്കുന്ന, വിശ്വാസം ദൃഢമായിട്ടുള്ള മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്ത് പരീക്ഷണം വന്നാലും ഒരു വഴി അള്ളാഹ് തുറന്നു വെച്ചിട്ടുണ്ടാവും. മഖറജ. ആരാണോ അള്ളാഹുവിൽ അടിയുറച്ച് വിശ്വസിക്കുന്നത്, വിശ്വാസം ശക്തിപ്പെടുത്തുന്നത്, തഖ്വയുള്ളത്, അവൻക്ക് ഒരു മഖ്റജ്, ഒരു വഴി, ഒരു മാർഗം അള്ളാഹ് തുറന്നു വെച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് പരീക്ഷണങ്ങൾ അടിപതറാത്ത വിശ്വാസിയായി പ്രാർത്ഥനയോടുകൂടി പ്രവർത്തനത്തോടുകൂടി അള്ളാഹുലേക്ക് എടുക്കേണ്ടതുണ്ട്. അള്ളാഹ് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. السلام عليكم ورحمة الله وبركاته.